ഇപ്പോൾ ഈ രജിസ്ട്രേഷൻ റിന്യൂവൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒരു അഫിഡാവിറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്ന് കാണിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി തീരുന്ന ആ ഒരു എക്സ്പയറി സമയത്ത് നമ്മൾ രജിസ്ട്രേഷൻ റിന്യൂവലിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഈ ഫോം നമ്പർ 25 ആണ് സാധാരണഗതിയിൽ നമുക്ക് അപേക്ഷാ ഫോം എന്നുള്ള രീതിയിൽ ലഭിക്കുന്നത്. അതേ സംബന്ധിച്ചുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ റിന്യൂവലിന് വേണ്ടിയിട്ട് അത് ഏത് RTO ഓഫീസിലാണോ ആ വാഹനം നിലവിലുള്ളത്, ആ രജിസ്ട്രിങ് അതോറിറ്റി അവിടെ ആയിരിക്കണം ഇത് കൊണ്ടു ചെല്ലേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ടോക്കണിൻ്റെ ആവശ്യമൊന്നുമില്ല. പലപ്പോഴും ടോക്കണിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുമ്പോൾ ടോക്കൺ ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ടോക്കൺ എടുക്കുക. ടോക്കണിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഇപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒരു അഫിഡാവിറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്ന് കാണിക്കുന്നുണ്ട്. ഈ അഫിഡാവിറ്റ് അപ്ലോഡ് ചെയ്യാത്തിടത്തോളം കാലം ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നില്ല. ശരിക്കും ഈ അഫിഡാവിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വാഹനത്തിൻ്റെ അതിൻ്റെ രജിസ്ട്രേഷൻ റിന്യൂവൽ വൈകി കഴിഞ്ഞാൽ, ഒരു മോട്ടോർ സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ 300 രൂപയും കാർ ആണെന്നുണ്ടെങ്കിൽ 500 രൂപയും നിരക്കിൽ ഇതിൻ്റെ ലേറ്റ് ഫീ ഈടാക്കാനായിട്ടൊരു ഉത്തരവ് നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. ആ കേസ് അങ്ങനെ നിലനിൽക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കോടതി ഉത്തരവ് ഉണ്ടാവുകയാണ് ഈ ലേറ്റ് ഫീ ഈടാക്കാം എന്ന് വന്നാൽ ഈ ലേറ്റ് ഫീ കളക്ട് ചെയ്യേണ്ടി വരും. അതിനാണ് ഇപ്പോൾ ഈ ലേറ്റ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് ഈ അഫിഡാവിറ്റ് കൊടുക്കേണ്ടിയിരുന്നത്. എന്നാൽ ഈ പ്രോസസ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലേക്കായിട്ട് ഈ ഒരു അഫിഡാവിറ്റ് സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ അക്ഷയ സെൻറ്റേഴ്സ് ഇത് ലേറ്റ് ആകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഫോം നമ്പർ 25 തന്നെ ഒരു അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ആ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഈ ഒരു അഫിഡാവിറ്റാണ് വേണ്ടത്. ശരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ലേറ്റ് ഫീ ഈടാക്കുന്നതിന്, അത് കോടതി ഉത്തരവനുസരിച്ച് ഈടാക്കുന്നതിന് വിരോധമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു അഫിഡാവിറ്റാണ് ഇതിനോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു അഫിഡാവിറ്റ് അപ്ലോഡ് ചെയ്താലും ഇത് സ്വീകാര്യമാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.